എല്ലാവർക്കും ബാലിയിലെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ ഒരു കൾച്ചറൽ പാർക്കിലായിരുന്നു പോയിരുന്നത്. GWK എന്ന് പറയുന്ന ആ കൾച്ചറൽ പാർക്കിൽ പോയി. അതുപോലെ ഗരുഡൻ്റെ വലിയ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളെല്ലാം കണ്ട് അവിടുന്ന് നമ്മൾ നേരെ തിരികെ നമ്മുടെ റിസോർട്ടിലെത്തി. അതിനുശേഷം ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈലാസ് പർവ്വതം എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാണ് ലഞ്ച് കഴിച്ചത്. അതിന് ശേഷം നമ്മൾ നേരെ റെൻ്റ് കാർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഉലുവാത്തു ടെമ്പിൾ ആ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എൻട്രൻസിലാണ് ഉലുവാട്ടു. നമ്മളിപ്പോൾ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാം. ഭയങ്കര തിരക്കാണ് ഇത് വഴി മുഴുവൻ. മൊത്തം കുരങ്ങാടാ. തേങ്ങ കരിക്ക് നോക്ക് എന്തുമാത്രം വെള്ളം നോക്കിയതിനകത്ത്. ഇത്ര ക്ലിയർ സംഭവം, അടിപൊളി. നമ്മൾ അവിടുന്ന് ഒരു കരിക്കെല്ലാം വാങ്ങി കുടിച്ചിട്ട് നമ്മൾ നേരെ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നടക്കുകയാണ്. നമ്മുടെ ചുറ്റിനും കുരങ്ങുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഉലുവാട്ടു ടെമ്പിളിലാണ്. അപ്പോൾ ആ ഡാൻസ് കാണുന്നതിന് വേറെ ഏതോ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഡാൻസ് കാണാൻ വേണ്ടി ആ ടിക്കറ്റ് പോയി അന്വേഷിച്ചു. പക്ഷേ ടിക്കറ്റ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഫുള്ളാണെന്ന് പറഞ്ഞു. ആ ഏരിയ ഇപ്പം കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്നവർ നിർത്തിവെച്ചു. അപ്പം അങ്ങനെ നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഈ ഒരു അസ്തമനം കാണാൻ വേണ്ടി നമ്മൾ ഈ ഒരു കടൽ തീരത്തിൻ്റെ ആ ഒരു ഭംഗി ഈ മലമുകളിൽ നിന്നിങ്ങനെ കാണാമെന്ന് വിചാരിച്ച് തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് റൂട്ടിൽ ആ ടെമ്പിളിൻ്റെ റൂട്ടിലോട്ട് നമ്മൾ കയറി വന്നു. ഇവിടെ എല്ലാം കുരങ്ങുകളുണ്ട്. വളരെ ഡേഞ്ചറസ് ആണ്. ഇവന്മാർ ഇപ്പം തന്നെ ഒരു കൊച്ചിനെ അറ്റാക്ക് ചെയ്തു. ഇവിടെ പിന്നെ അമ്പലങ്ങളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ ഓരോ ഫാമിലി ഓൺഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മോസ്റ്റ്ലി ഈ ഒരു ഫാമിലിയുടെ ഓണർഷിപ്പിലുള്ള അമ്പലമാണെങ്കിൽ ആ ഫാമിലിയിലുള്ളവർ മാത്രമായിരിക്കും ഈ അമ്പലം വിസിറ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ട്രഡീഷനാണ് ബാലിയിൽ ഉള്ളത്. മിക്കവാറും എല്ലാ വീട്ടുകാർക്കും ഓരോ അമ്പലങ്ങൾ അവരുടെ ഓൺ അമ്പലങ്ങളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ബാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുക്കിനും മൂലയ്ക്കും വീടുകളിലും മുഴുവൻ അമ്പലങ്ങളാണ്. എല്ലാ വീടുകളിലും ഉണ്ട്, ഓരോ കടകളുടെ പുറയിലുണ്ട്. അങ്ങനെ അമ്പലം ഇല്ലാത്ത ഒരു ഭാഗങ്ങളും ബാലിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബാലിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഉലുവാത്തു ടെമ്പിൾ. ഇത് വന്നിട്ട് ഈ ടെമ്പിളിൻ്റെ പരിസര പ്രദേശങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഒത്തിരി റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൂറിസ്റ്റിക് സ്പോട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഈ ഉലുവാത്തു ടെമ്പിളിൻ്റെ ആ ഒരു റീജിയൻ. ഈ ഭാഗത്ത് തന്നെ 2-3 ബീച്ചുകളുണ്ട്. ആ ബീച്ച് സർഫിങ്ങിനൊക്കെ ആയിട്ട് കൂടുതലും യൂറോപ്യന്മാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ തിരമാലയുടെ മേളിൽ കൂടെ ഇങ്ങനെ വള്ളത്തേൽ ഇങ്ങനെ പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫൺ സ്പോട്ടുണ്ട്. ആ സ്പോർട്സ് വേണ്ടിയാണ് ഇവർ കൂടുതലായിട്ടും ഈ ഭാഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ബാലിയിലെ മിക്കവാറും ഈവൻ കുട്ടാപുരിയിലും അവിടുത്തെ ബീച്ചിലും ഇതുപോലെ തന്നെ സർഫിങ്ങിന് വേണ്ടിയാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത്. അതിനുള്ള ട്രെയിനേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ അവർ തരും. നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള ഒരു നോർമൽ ഏഷ്യൻസ് ടൂറിസ്റ്റൊന്നും ഇത്രയും കാര്യമായ റിസ്ക് എടുത്തിട്ടുള്ള ഒരു ഇത് നടത്തില്ല. കാര്യം വെച്ചാൽ ഇത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള നമ്മുടെ ആൾക്കാർ ചിലപ്പം വേണമെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇത്തരം സർഫിങ് പോലത്തെ ഗെയിമിന്. അല്ലാത്ത ഒരു ഭൂരിപക്ഷം ആൾക്കാരും അതൊന്നും ട്രൈ ചെയ്യില്ല. പക്ഷേ യൂറോപ്യന്മാരങ്ങനെയല്ല. ഓൾമോസ്റ്റ് ഒരു 80% യൂറോപ്യന്മാർക്കും ഇത്തരം അഡ്വഞ്ചറസ് ഗെയിമൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെപ്പോഴും ഇത്തരം പ്ലേസുകളിലൊക്കെ ഭയങ്കരമായിട്ട് വന്ന് ട്രൈ ചെയ്ത് പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്കിവിടെ ബാലിയിൽ വന്നാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യൂറോപ്യൻസിന്. അവർ വന്ന് 3, 4, 5, 6 മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകും. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും മേളുവശത്ത് വന്ന് നമ്മൾ ഓൾറെഡി താഴെ എത്തി, പാർക്കിംഗ് എത്തി, ഓൾമോസ്റ്റ് ഇരുട്ടി. അങ്ങനെ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുവാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം ഇനി ഡ്രൈവ് ചെയ്യണം നമുക്ക് നമ്മുടെ സ്ഥലത്തോടെ എത്താൻ. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. 2 വീലറെ കൊണ്ട് ഒരു രക്ഷയില്ല. വലത്തു വശത്തും ഇടത്തു വശത്തും ഒക്കെ 2 വീലേഴ്സാണ്. ഇന്ന് രാവിലെ നമ്മൾ വന്നിരുന്ന ഈ GWK എന്ന് പറഞ്ഞ ഈ ഒരു ഇപ്പം നമ്മൾ ഈ കണ്ട ഒരു കൾച്ചറൽ പാർക്കിൽ
അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഈ പറയുന്ന ടെമ്പിളിലോട്ട് പോകേണ്ട സെയിം റൂട്ട്. നമ്മളുടെ കുട്ടാപുരിയും അതുപോലെ തന്നെ ഈ GWK പാർക്കും ഒക്കെ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ടെമ്പിളിൽ നമ്മളെത്തും. നമ്മളിപ്പോൾ എന്തായാലും കുട്ടാപുരിയിലെത്തി. നമ്മൾ റിസോർട്ടിൻ്റെ ഭാഗത്തുള്ള സ്ട്രീറ്റാണ് ഈ കാണുന്നതൊക്കെ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ മുഴുവൻ സൊവനീർ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ബാറുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടാപുരി. നല്ല രസമുള്ള ഒരു ബീച്ചും കുട്ടാപുരിക്കുണ്ട്. പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെയുള്ള പബ്ബും ബാറും ഒക്കെ ഓപ്പണായിട്ട് കാണത്തുള്ളൂ. സാറ്റർഡേ സൺഡേ ആ സമയങ്ങളിൽ ഓൾമോസ്റ്റ് 2 മണി വരെ എല്ലാ ഷോപ്പുകളും കാണും. നമ്മൾ ഇന്നിപ്പം ഡിന്നർ കഴിച്ചിട്ട് നേരെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലോട്ട് കയറുകയാണ്. നാളെ രാവിലെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ പോവുക ഊഞ്ഞാലാടുന്ന ആ ഒരു പ്ലേസിലോട്ടാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മറ്റേ ഊഞ്ഞാലാടുന്ന ആ സംഭവം ഉണ്ടല്ലോ അവിടെയാണ്. അവിടെ വണ്ടി നമ്മുടെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ചങ്ങോട്ട് നടക്കുകയാണ്. സെക്യൂരിറ്റി വന്ന് നിൽപ്പുണ്ട്. അവർ നമ്മളെ അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്യണമെന്നുണ്ടല്ലോ. അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് പോരാൻ പറയും. ഇത് നമ്മുടെ ആ ഒരു കോഫി കഴിച്ചിട്ട് കാപ്പിക്കുരു അപ്പി ഇട്ടിട്ട് എടുക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, ആ ഒരു മൃഗമാണിത്. ഇതിൻ്റെ കാപ്പിയാണ് ഇവിടെ ഫേമസ്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഉണ്ടെന്ന് ഒരു കോഫി ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നില്ലേ, ആ സംഭവം. ഈ ഒരു മൃഗത്തിനകത്തു നിന്നാണ് ആ കോഫി എടുക്കുന്ന കോഫി ബീൻസ്. ഇതത് കഴിക്കും. അതിന് ശേഷം അതവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മൃഗമാണിത്. ഭയങ്കര കൺജസ്റ്റഡ് റോഡാണ്. ഇതുവഴി ഡ്രൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഓൾമോസ്റ്റ് 2 hours and a half എടുത്തു ഇവിടെ എത്താൻ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇനി കയറാൻ. അതായത് ഓരോ ടൂറിസത്തിൻ്റെ ഓരോ മേഖലകളെ, അതായത് ഇവിടെ വന്നിട്ട് സംഭവം കാര്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ റോഡിൽ കൂടെ കയറി വരുന്ന ഒരു ഇടത്ത് ഈ ഭാഗത്ത് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നല്ല ഡെക്കോർ ചെയ്ത് നല്ല സ്റ്റൈലിഷാക്കി ഒരു തീം അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ക്ലിക്കായി. അതിപ്പം ഇവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയത്. ശരിക്കും നമുക്ക് നാട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടാം, പക്ഷേ അതിനോടൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ നാട്ടിലുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് ടീമിനൊന്നും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒന്നും നമുക്ക് കാണാൻ നമ്മുടെ നാട്ടിൽ സാധിക്കാത്തത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്, പക്ഷെ അതൊന്നും ടൂറിസ്റ്റിക് സ്പോട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കി എന്തുമാത്രം വണ്ടിയാണെന്നറിയോ അവിടെ കിടക്കുന്നത്. ആ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഇപ്പം തന്നെ ഒരു 500ഓളം വണ്ടിയുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വന്നവരായിരിക്കുമല്ലോ. ഇത് വന്നിട്ട് റൈസ് പാഡീസാ. വൈറ്റ് റൈസിൻ്റെ പാഡീസാ. അതുപോലെ ഇവിടുത്തെ കരിക്കിൻ്റെ ഓരോ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. കാര്യം ഒരു 2 ലിറ്റർ വെള്ളം കാണും അതിനകത്ത്. ഇവന്മാരിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് കരിക്കുണ്ട് ഇവിടെ എല്ലായിടത്തും. ഓൾമോസ്റ്റ് ഒരു 5 റിയാൽ ആ റേഞ്ച് വരും ഇവിടെ ഒരു കരിക്കിന്. അത്യാവശ്യം ഒരു നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഒരു 150-130 രൂപ തേങ്ങയ്ക്കില്ല വില. അതിലും കൂടുതൽ വില കരിക്കിന്. ഇവിടെ എല്ലാ പോയിന്റ് പോയാലും അതിനൊക്കെ ഓരോ പൈസ കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാത്തിലും പൈസ കൊടുക്കണം, എല്ലാ സംഭവത്തിനും പൈസ കൊടുക്കണം. ഇപ്പം പാർക്കിംഗ് ഫീ ആകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ടെമ്പിളിലോട്ട് കയറുന്നതാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ ചെന്നാലും അവിടെ ബാർകോഡ് സ്കാൻ ചെയ്തോളാൻ പറയുന്നു, പൈസ കൊടുത്തോളാൻ പറയുന്നു. ചൈനീസ് കൊറിയൻസ് കണ്ടമാനമുണ്ട് വരുന്നുണ്ട് ഇവിടെ. അതുപോലെ യൂറോപ്യൻസ്, ഇന്ത്യൻസിനെ ചില ഭാഗങ്ങളിൽ കണ്ടു. ഇവിടെ ഒന്നും ഇന്ത്യൻസിനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല ഇപ്പം.
ഒത്തിരി പേര് വരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ആരും കാണുന്നില്ല ഇവിടെ. ഈ മാസം കൂടെയാണ് ഇവിടുത്തെ ലാസ്റ്റ് സീസൺ. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സീസൺ കുറഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം ഇവിടെ ഭയങ്കര ചൂടായിരിക്കും ആ സമയത്ത്. ഇപ്പോഴേ ചൂടാണ്. നമ്മൾ സൺസ്ക്രീനൊക്കെ പുരട്ടി തന്നെ വേണം വെളിയിറങ്ങാൻ. കാര്യം അത്രയ്ക്കും വെയിലുണ്ട്. എല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്ത് വേണം വരാൻ. അപ്പം അവരവിടെ നിന്ന് ഓൺലൈൻ ബുക്കിംഗ് നോക്കുക. ഇഷ്ടംപോലെ കൊതുകുണ്ട്. അതുപോലെ തന്നെ ചൂടുമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് പിള്ളേരുടെ ദേഹത്തൊക്കെ ഒരു സ്പ്രേ ഒക്കെ അടിച്ച് പൂശുന്നുണ്ട് ഇവിടെ. ഉണ്ടോ? അതൊരു പക്ഷേ ഇനി സൺസ്ക്രീൻ്റെ സ്പ്രേ ആണോന്നറിയില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് 6 ലക്ഷമോ അങ്ങനെ എന്താ അവർ പറയുന്നത് എല്ലാം കൂടെ. ഇവിടെ ജസ്റ്റ് കയറുന്നതിന് സ്റ്റാർട്ട് 435,000 ഒരാൾക്ക്. നമ്മൾ ആ സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇതുപോലെ ഒരു ഇത് തന്നു, ഒരു റിബൺ കൈ കെട്ടാൻ. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ വെള്ളം ഇതൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ അത് ഒക്കെ ഇവിടെ വെച്ചു, ബാഗെല്ലാം ഇവിടെ വെച്ചു. ഇനി അകത്തോട്ട് പോവാം. ഒരു 50 സ്റ്റെപ്പ് ഇറങ്ങണമെന്നാണ് പറഞ്ഞ് നോക്കാം. വിഘ്നേശ്വരൻ എന്താ കോഫി പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കോഫി പ്രോസസ്സ് ചെയ്യുന്നതെന്ന്. ആ മൃഗത്തിൻ്റെ അപ്പിയിൽ നിന്നെടുക്കുന്ന കോഫി ഇവിടെ അവരിത് പ്രോസസ്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മളങ്ങനെ ആ സ്വിങ് ഊഞ്ഞാലിൻ്റെ ഭാഗത്തോട്ട് നടക്കുന്ന ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ അവരെങ്ങനെ അതിനെ സെറ്റാക്കി എടുത്തെന്ന് നോക്ക്. ഇന്ന് താഴെ വരെ പോകണം. ഇതൊക്കെ ഒരു പ്രൈവറ്റ് ഓൺ പ്രോപ്പർട്ടിയാണ്. അവർ സെറ്റ് ചെയ്ത് ഒരു ദിവസം എത്ര വരുമാനമാണ് ഇവരുണ്ടാക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ. എത്ര എംപ്ലോയീസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സംഭവം കാണാനും ഇവിടെ വരുന്നതിനും ഒക്കെ ആയിട്ട്. അതായത് സൂപ്പർ എക്സ്ട്രീം സ്വിങ്ങിന് 225,000 പെർ പീപ്പിൾ. പിന്നെ എക്സ്ട്രീം സ്വിങ്ങിന് അടുത്തതിന് 175K. കപ്പിൾ സ്കൈ ബൈക്കിന് 325. ലണ്ടൻ സ്കൈ ബൈക്കിന് 225. അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിന് 200K. കപ്പിളിന് 325K. നമ്മളിതിനകത്ത് ജസ്റ്റ് കയറിയതിന് 50,000 ഫോർ 4 പീപ്പിൾ. 200,000 ടോട്ടൽ. അതായത് നിയർ അബൌട്ട് സൗദി റിയാൽ പറയണ ഒരു 50 റിയാൽ. അതായത് ആ സിംഗിൾ ഏഞ്ചൽ സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം 200,000 ആണ്. അതിനകത്ത് വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതിന് വേറെ 200,000 എന്തോ കൊടുക്കണം. അപ്പോൾ 400,000, നിയർ അബൌട്ട് 100 റിയാൽ. ഒരാൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഊഞ്ഞാലാടുന്നതിന് അവരിവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തോ സുവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ പോലെ ഇതുണ്ട്. ഇവിടെ വിഘ്നേശ്വരനാണ് ഇരിക്കുന്നത്. ഈ ബാലിക്കകത്ത് എല്ലാ വീടുകളിലും ഒരു അമ്പലം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവരുടെ സ്ട്രക്ചർ പോയിരിക്കുന്നത്.
രസമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് വയലും സംഭവങ്ങളും. ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവം. ഇത് കപ്പിൾ പോകുന്നു. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം ഒരു ഊഞ്ഞാലുണ്ട്, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമുക്കങ്ങനെ നടന്ന് ഇതുവഴിയെല്ലാം പോയിട്ട് ഇതുവഴി പോകുന്ന അരുവിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അതുവഴിയൊക്കെ നടന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരാൾക്ക് 50,000 റുപ്പീസ് കൊടുത്തിട്ടുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിലൊക്കെ നടന്നതെല്ലാം കാണാം, അവിടെയൊക്കെ ഫോട്ടോ എടുക്കാം പേഴ്സണലി. നമ്മൾ കൗണ്ടറിൽ നിൽക്കുകയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി. ഇത് വന്നിട്ട് ആ കാണുന്ന ഡ്രസ്സുകളായിരിക്കും ഇവർ ഉടിപ്പിക്കുക, എന്നിട്ട് ഊഞ്ഞാൽ അടിപ്പിക്കും. 8,000 റുപ്പീസ്, അതായത് അറൗണ്ട് ഒരു 200 റിയാൽ. Hello sir, please look back, look back. Look back, look back. Look back. No, look at that, look at that. In the middle. അങ്ങനെ നമ്മൾ ഊഞ്ഞാലാട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ പാർക്കിംഗ് സോണിൽ തന്നെ തിരികെ എത്തി. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ഇപ്പം തിരിച്ച് ഉബൂദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെയാണ് മങ്കി ഫോറസ്റ്റ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നമ്മൾ ബാലിയിൽ വന്നിട്ട് ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. അതിനുശേഷം ഈ വീട്ടുകാർ പക്ഷേ അവർ ഈ ടയറും മറ്റേ ടയറും അവർ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് കാറ്റില്ല. ഇപ്പം മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്തു. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഓണറില്ല, ഈ ബിൽഡിംഗ് ഓണർ, അവരുടെയാണ് ഈ ഇരിക്കുന്ന ഫ്രണ്ടിലുള്ള എല്ലാ ഹോട്ടൽസും ആ ഷോപ്സും എല്ലാം. പക്ഷേ അയാൾക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഈ ഹോട്ടലുകാരോടുള്ള ദേഷ്യമാണോ എന്താണെന്നറിയില്ല. അയാളാണ് ലാൻഡ് ലോഡ് ആക്ച്വലി. അയാൾ നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ വണ്ടിയുടെയും കാറ്റടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റക്കായിപ്പോയി. നമ്മുടെ വണ്ടി ഇവന്മാർ പ്രശ്നമുണ്ടാക്കി. ഇവിടുത്തെ ലോക്കൽ ഏതോ ഒരു ലാൻഡ് ലോഡ്. നമ്മുടെ കുറ്റമല്ല ആക്ച്വലി. റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞ് അവിടെ പാർക്ക് ചെയ്യാൻ. അതിനുശേഷം റെസ്റ്റോറൻറ്റുകാർ ഒന്ന് സോറിയൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് ഇവിടെ കൂടി. എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് സ്റ്റെപ്പിന് മാറ്റിയിട്ടു. അതിന് ശേഷം കാറ്റും അടിച്ചു. ഒരു സ്റ്റെപ്പിന് ഒരു ടയർ അവർ കത്തി വെച്ച് കീറി. ഒരു ടയറിൻ്റെ കാറ്റ് ഊരി വിട്ടു. അപ്പം ഇവരോടുള്ള ദേഷ്യമാണോ എന്താ വിഷയമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഈ കാരണം കൊണ്ട് പെട്ടു. ഈ റെസ്റ്റോറൻറ്റ് സിതാര ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചാൽ നമ്മൾ. എന്തായാലും ദാറ്റ് ഈസ് എ ബാഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഉള്ളോട്ട് പോയി കഴിഞ്ഞാലാണ് മങ്കി ഫോറസ്റ്റിൽ പോവുക. നമ്മൾ ഇന്ന് നമുക്ക് മങ്കി ഫോറസ്റ്റിൽ പോകാനുള്ളതാണ്. അതിനിടയിലാണ് നമ്മുടെ ടയർ ഈ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നത്. റെൻ്റെക്കാരെടുത്തതിൻ്റെ ടയറിന് ഒരു ചെറിയ ഇഷ്യൂ വന്നു. അപ്പം അത് സെറ്റാക്കിയതേ ഉള്ളൂ നമ്മൾ. നൈസ് പ്ലേസാണ്. നമ്മളിവിടെ ഒരു സ്പായ് വന്ന ഇവിടുത്തെ ഒരു വലിയ ഹൈവേ കൂടെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ 3 ലൈൻ ഹൈവേ. ആ റോഡായതല്ലേ?
ഇപ്പോൾ കുട്ടയിലോട്ട് 12 കിലോമീറ്റർ ഇങ്ങനെ 17 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഏതാണ്ട് 12 കിലോമീറ്റർ ഇങ്ങനെയും പിന്നെ ഒരു 5 കിലോമീറ്റർ ചെറിയ വഴിയായിരിക്കും. ചെറിയ വഴി ഊതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ തന്നെ ഇത്. ജെ കമ്പനി ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് വന്ന ബ്രാൻഡാകാനാണ് സാധ്യത റിയാദിൽ.